പയ്യന്നൂരിലെ ചാർധാമിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ എത്തിയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ബസ് യാത്ര വഴിയാണ് അവിടത്തേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ വിസിറ്റേഴ്സിൻ്റെ റൂം, ഞങ്ങൾ അടുത്ത ബസ് കാത്തു നിൽക്കുന്നവരെയുള്ള ആ സ്ഥലത്തിൻ്റെ ആ ചുമർ ചിത്രങ്ങളും അവിടെയുള്ള ഇരിപ്പിടങ്ങളും എല്ലാം തന്നെ വളരെയധികം ആകർഷണം തോന്നുന്നതാണ്. ഇരിപ്പിടത്തിൻ്റെ പ്രത്യേകത തന്നെ ഒരു കിണർ രൂപത്തിലാണ് അതിൻ്റെ ഓരോ ഇരിപ്പിടങ്ങളും ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നിരവധി ഗുജറാത്തികൾ അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഇരുന്ന് കഴിഞ്ഞാലും ഞങ്ങളുടെ ബസ് വരുന്നത് വരെ ഒരു മടുപ്പും തോന്നുകയില്ല. നല്ല അത്രമാത്രം ഒരു കൂളായ ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും ബസ് കാത്ത് ഇങ്ങനെ അക്ഷമരായിരിക്കുകയാണ്, നിൽക്കുകയാണ്. നമ്മൾ ബാക്കി ഗുജറാത്തികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇരിപ്പിടം. ഓക്കെ, ഇരിപ്പിടത്തിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഇരിപ്പിടങ്ങളെല്ലാം ആരെയും ഒരു ബോറടിപ്പിക്കാത്ത വിധത്തിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ്സെത്തി. ബസ്സിൽ ഞങ്ങളുടെ യാത്രാ സംഘങ്ങളെല്ലാവരും കയറി. ബസ്സിൻ്റെ മുൻ സീറ്റിൽ തന്നെ ഞാൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥാനം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാം അതായത് ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പേജിൽ നിന്നാൽ മാത്രമേ ഇത് പിടിച്ചെടുക്കാനും പറ്റൂ. സർദാർ സരോവർ അണക്കെട്ടിൻ്റെ മുകളിലൂടെ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നർമ്മദ നദിയുടെ തീരം. ഹിമാചൽ പ്രദേശിലെ ബക്ര, ഉത്തർപ്രദേശിലെ ലക്വാർ എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന ഒരു കോൺക്രീറ്റ് അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. സർദാർ സരോവർ അണക്കെട്ടിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് അത് 169 മീറ്ററാണ്. ഗ്രാവിറ്റി അണക്കെട്ടിൽ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ 6.82 ദശലക്ഷം ഘനമീറ്റർ കോൺക്രീറ്റുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടാണിത്. 8.8 ദശലക്ഷം ഘനമീറ്റർ മൊത്തം വ്യാപ്തമുള്ള USA ഗ്രാൻഡ് കൂലി അണക്കെട്ടിന് ശേഷമാണ് ഏറ്റവും വലിയ ഒരു അണക്കെട്ടായിട്ട് സർദാർ സരോവർ അണക്കെട്ട്. അപ്പോൾ ഈ സർദാർ സരോവർ അണക്കെട്ടിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും മടുപ്പൊന്നും തോന്നില്ല. കണ്ടിട്ടും മതിവരാതെ കണ്ണിന് നല്ല കുളിർമ നൽകുന്ന, അന്ന് നല്ലൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. ശക്തമായ മഴയല്ല, ചാറ്റൽ മഴയുമല്ല, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു മഴയായിരുന്നു. ആ മഴയത്തുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ വെയിലിനെ അപേക്ഷിച്ച് ആ മഴയ്ക്ക് നല്ലൊരു ഭംഗിയും ഏറെയുണ്ടായിരുന്നു. പൂക്കളുടെ താഴ്വരയിലേക്കുള്ള യാത്രയാണ്. പൂക്കളുടെ താഴ്വര എന്ന് പറഞ്ഞാൽ ഭാരത് വാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. 24 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന, നർമ്മദാ നദിയുടെ തീരത്ത് വർണ്ണാഭമായ പൂച്ചെടികളുടെ ഒരു സങ്കേതമാണിത്. തുടക്കത്തിൽ 2016 ഇത് 48,000 സസ്യങ്ങളുമായിട്ട് ആരംഭിച്ച പൂക്കളുടെ താഴ്വര ഇപ്പോൾ 22 ലക്ഷം സസ്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം സസ്യങ്ങൾ ഈ സർദാർ സരോവർ അണക്കെട്ടിൻ്റെ പാർക്കുകളുണ്ട്. പാർക്കുകൾക്ക് പുറമേ മറ്റൊരു പ്രത്യേകത വെച്ചാൽ സന്ദർശനത്തിൻ്റെ മനോഹരമായ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നതിനായി നിരവധി ഫോട്ടോ ബൂത്തുകളുണ്ട്. സെൽഫി പോയിൻറ്റുകൾ എല്ലാം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഭൂമിയിൽ പൂക്കളുടെ ഒരു മഴവില്ല് പോലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ആ ചാറ്റൽ മഴയിൽ യാത്ര വളരെ കുളിർമയുള്ളതായിരുന്നു, ഭംഗിയുള്ളതായിരുന്നു. പിന്നെ ഫ്രണ്ട് സീറ്റിൽ തന്നെ സീറ്റ് പിടിച്ച്, ഫ്രണ്ട് സീറ്റിലല്ല അവിടെ നിന്നിട്ടാണ് എടുത്തത്, ഫ്രണ്ട് സീറ്റിൽ നിന്നെടുത്തത് വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു മനോഹാരിത. ഓക്കെ, അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 300-ലധികം പൂക്കൾ ഈ പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ അലങ്കാര പൂക്കളുണ്ട്, മരങ്ങളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്, വള്ളിച്ചെടികളുണ്ട്. ഇങ്ങനെ ഒരു സമ്മിശ്രണം തന്നെ നമ്മൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ വിവിധ ഷെയ്ഡുകളുള്ള ഇലകളോടും കൂടിയിട്ട് നട്ടുപിടിപ്പിച്ച നിരവധി ചെടികൾ കാണാൻ പറ്റും. ഈ പ്രദേശം മൊത്തം ഒരു പച്ചപ്പിൻ്റെ ഒരു ആവരണം തന്നെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും.
അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇരുവശത്തുമുള്ള ആ ഒരു എന്താ പറയുക അണക്കെട്ടിൽ നിന്ന് നർമ്മദാ നദിയുടെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. പച്ചപ്പ്, പിന്നെ നമുക്ക് മങ്ങിയതിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ഞങ്ങൾ കാണാൻ പോകുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു നമുക്ക് ഈ ചിത്രത്തിൽ മങ്ങി വളരെ ദൂരത്ത് മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൂരത്ത് നിന്ന് വളരെ മെല്ലെയാണെങ്കിലും അടുത്താകുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെ തോന്നുന്നുണ്ട്. അത് നേരിട്ട് കാണുമ്പോൾ തന്നെ. ഹിമാചൽ പ്രദേശിലെ ബക്ര, ഉത്തർപ്രദേശിലെ ലഗ്വാർ എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു കോൺക്രീറ്റ് അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. ഏകദേശം 163 മീറ്റർ ഉണ്ട്. ഗ്രാവിറ്റി അണക്കെട്ടുകളിൽ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ 6.82 ദശലക്ഷം ഘനമീറ്റർ കോൺക്രീറ്റുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയൊരു അണക്കെട്ടാണിത്. 8 ദശലക്ഷം ഘനമീറ്റർ മൊത്തം 8.0 ദശലക്ഷം ഘനമീറ്റർ മൊത്തം വ്യാപ്തമുള്ള USA ഗ്രാൻഡ് കൂലി അണക്കെട്ടിന് ശേഷമാണ് ഏറ്റവും വലിയൊരു അണക്കെട്ടായിട്ട് സർദാർ സരോവർ അണക്കെട്ട്. മഞ്ഞ് എല്ലാം മൂടി കിടക്കുന്നതിൽ നിന്ന് മാറി നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു നമുക്ക് വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെടുന്ന വല്ലഭായ് ജാവേർഭായ് പട്ടേൽ ഒക്ടോബർ 15 തീയതി 1875 മരണം സംഭവിച്ചിരിക്കുന്നത്. സമര സേനാനിയും രാഷ്ട്രസംഘടനയുമായിരുന്ന 15 മുംബൈയിൽ വെച്ചാണ്. 1947 മുതൽ 1950 വരെ ഇന്ത്യയിലെ ആദ്യ പട്ടേലുമാണ്. ഉപപ്രധാനമന്ത്രിയായിരുന്നു, വിദ്യാഭ്യാസം മിഡിൽ ടെമ്പിളിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും ഇന്ത്യയുടെ രാഷ്ട്രീയ സംയോജനത്തിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും മറ്റിടങ്ങളിലും അദ്ദേഹത്തെ പലപ്പോഴും സർദാർ എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം മുഖ്യൻ എന്നാണ് അർത്ഥം. ഇന്ത്യയുടെ രാഷ്ട്രീയ സംയോജനത്തിൽ 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ചു. പട്ടേൽ നാദിയാദ് നഗരം ഇന്നത്തെ ഗുജറാത്തിലെ ഗേഡ ജില്ലയാണ് അദ്ദേഹം ജനിച്ചത്. ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ഗ്രാമപ്രദേശത്താണ് വളർന്നത്. അദ്ദേഹം ഒരു വിജയകരമായ ഒരു അഭിഭാഷകനായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ആദ്യകാല രാഷ്ട്രീയ ലഫ്റ്റനൻറ്റുമാരിൽ ഒരാളായ അദ്ദേഹം ഗുജറാത്തിലെ ഗേഡ, ബോർസാദ്, ബർദോളി എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരെ ബ്രിട്ടീഷ് രാജിനെതിരെ അഹിംസാത്മകമായ സിവിൽ അനുസരണ കോർട്ടിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 49ാമത് പ്രസിഡൻ്റായി അദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. പട്ടേലിൻ്റെ അധ്യക്ഷതയിൽ അടിസ്ഥാന അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും എന്ന പ്രമേയം കോൺഗ്രസ് പാസ്സാക്കിയിട്ടുണ്ട്. കോൺഗ്രസിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പട്ടേലിൻ്റെ സ്ഥാനം 1934 മുതൽ പാർട്ടി സംഘടനയിൽ അദ്ദേഹത്തിൻ്റെ പങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ബോംബെയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാന ഫണ്ട് ശേഖരകനായും അതിൻ്റെ കേന്ദ്ര പാർലമെൻ്ററി ബോർഡിൻ്റെ ചെയർമാനുമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1934 ന്യൂഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും 1936 പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിലും ധനസഹായം നൽകുന്നതിനും അദ്ദേഹം ഒരു നേതൃപാടവം തന്നെ വഹിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ 1942 ഓഗസ്റ്റ് 7 തീയതി ബോംബെയിലെ ഗോവാലിയ ടാങ്കിൽ ഒത്തുകൂടിയ 1,00,000-ലധികം ആളുകളെ പട്ടാൽ ഒരു പ്രസംഗം നടത്തി അതുവരെ ഒരു നിർദ്ദിഷ്ട കലാപത്തെക്കുറിച്ച് സംശയാലുക്കളായിരുന്ന ദേശീയവാദികളെ ആവേശഭരിതമാക്കുന്നതിൽ പട്ടേലിൻ്റെ പ്രസംഗം വളരെ നിർണായകമായിരുന്നു. ഞങ്ങളങ്ങനെ പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് അവിടെ കണ്ടിട്ട് ഞങ്ങൾ ബസ്സിറങ്ങി ഞങ്ങൾ നടന്നു പോവുകയാണ്. അപ്പോൾ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഇരുവശത്തും നിരവധി കച്ചവടക്കാരുണ്ടായിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ വിറ്റിരുന്നത്. എന്താ പറയുക, പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ അത് മുറിച്ചിട്ട് ചെത്തിയിട്ടുള്ള
ഇങ്ങനെയുള്ള ഇരുവശത്തും, അതായത് ഈ നടന്നു പോകുന്ന ഇരുവശത്തും ചാറ്റൽ മഴയല്ല, ഇപ്പോൾ ചാറ്റൽ മഴയാണ്. ഇപ്പോൾ ചാറ്റൽ മഴയിലും അവരാ കച്ചവടം തുടരുന്നുണ്ട്. കുടയൊക്കെ പിടിച്ചിട്ട് ടിക്കറ്റ് എടുത്ത് അതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞു അകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ. വളരെ ദൂരത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓരോ ദൂരത്തു നിന്ന് കാണുമ്പോൾ നമ്മൾ ഓരോ ഫോട്ടോ എടുക്കലും ഒക്കെയാണ്. എന്നാൽ അതിൻ്റെ അടുത്തെത്തിയിട്ടില്ല. അതിൻ്റെ അടുത്തെത്തണമെങ്കിൽ ഇനിയും കുറച്ച് ദൂരം കൂടി നടക്കേണ്ടതുണ്ട്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി സൈറ്റിലെ ഒരു പ്രധാന സവിശേഷ ഒരു സസ്യോ ഉദ്യാനമാണിത്. അത് പ്രത്യേകത എന്ന് വെച്ചാൽ കള്ളിച്ചെടിത്തോട്ടമാണിത്. അതായത് പൊരുത്തപ്പെടലിൻ്റെ യഥാർത്ഥ അത്ഭുതങ്ങളായ കള്ളിച്ചെടികളുടെയും അതുപോലെ സക്കുലാൻറ്റുകളുടെയും വൈവിധ്യമാർന്ന ഒരു പ്രദർശനം ഇത് സൃഷ്ടിച്ചിരുന്നു. ജല ചുറ്റുപാടുകളിൽ നന്നായി വേരൂന്നിയ ഒരു ഭൂപ്രകൃതിയുടെ നടുവിൽ മരുഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ ഒരു അനുഭവം നൽകുന്നു എന്നതാണ് കള്ളി ചെടിയുടെ തോട്ടം വികസിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന ആശയം തന്നെ. അപ്പോൾ 25 ഏക്കർ തുറന്ന സ്ഥലത്തും 836 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു താഴികക്കുടത്തിനുള്ളിലും 450 ഇനത്തിൽപ്പെട്ട 6 ലക്ഷം സസ്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ സസ്യങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. ലോകത്തിലെ വിവിധ ജൈവ ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നുള്ള തദ്ദേശീയരും വിദേശീയരുമായ മൃഗങ്ങളുടെയും പക്ഷികളെയും അതുല്യമായ ഒരു ശേഖരണം ഉൾക്കൊള്ളുന്ന ഒരു അത്യാധുനിക സുവോളജിക്കൽ പാർക്ക് കൊവാഡിയിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ദി സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ദി സർദാർ സരോവർ ഡാം എന്നിവയ്ക്ക് സമീപമുള്ള മനോഹരമായ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു. വന്യജീവികളെ കാണുന്നതിനും കുന്നുകളുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും ജീവിതകാലത്തെ വിനോദാനുഭവങ്ങൾ ആസ്വദിക്കുന്നതിനുമുള്ള ഒരു സാഹസികവും ആവേശകരവുമായ ഈ യാത്രയിലൂടെ ഒരു മൃഗശാല നിങ്ങൾക്ക് കൊണ്ടുപോകാം. മറ്റൊരു പ്രത്യേകത വിശ്വം വൻ എന്ന ആഗോള വനമാണ്. പ്രകൃതി സൗന്ദര്യം പ്രദാനം ചെയ്യുന്നുണ്ട്. 7 ഭൂഖണ്ഡങ്ങളിലെയും തദ്ദേശീയവും വിദേശിയുമായ കുറ്റിച്ചെടികൾ, മരങ്ങൾ, ആവാസ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ നമുക്ക് വിശ്വവാൻ, ഒരു ആഗോള വനം എന്നാണ് അതിൻ്റെ അർത്ഥം. ആഗോളതലത്തിൽ ജൈവ വൈവിധ്യങ്ങളുടെ ഏകത്വം എന്ന അടിസ്ഥാന പ്രമേയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഗ്രഹത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും പശ്ചാത്തലത്തിൽ വനങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന ഔഷധ സസ്യങ്ങളുടെ വിശ്വവാൻ ഇതിൽ പ്രതീകപ്പെടുത്തുന്നുണ്ട്. ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും പ്രതിനിധീകരിക്കുന്ന വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ വിശ്വവനത്തിലുണ്ട്. ഒരു പ്രത്യേക മേഖലയുടെ സ്വാഭാവിക വനത്തോട് സാമ്യമുള്ള രീതിയിലാണ് ജീവജാലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള തണുപ്പുള്ള മാസങ്ങളാണ്. എന്നിരുന്നാലും വർഷം മുഴുവനും ഈ സ്ഥലം തുറന്നിരിക്കും. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ 8 മണിക്ക് തുറന്ന് വൈകുന്നേരം 6 മണിക്ക് അടക്കും. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വൈകുന്നേരം 7:30 മുതൽ കാണാൻ കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 152 മീറ്റർ. ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ കൊവാഡിക്കടുത്തുള്ള നർമ്മദ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സ്വതന്ത്ര സമര സേനാനിയുമായിരുന്ന സർദാർ പട്ടേലിൻ്റെ ഇത് ചിത്രീകരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ സംയോജനത്തിന് പട്ടേൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വഡോദര നഗരത്തിൽ 100 കിലോമീറ്റർ തെക്കുകിഴക്കായി സർദാർ സരോവർ അണക്കെട്ടിന് അഭിമുഖമായി കൊവാഡിയ കോളനിയിലെ നർമ്മദ നദിയിലാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 2010 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ചത്. 2013 ഒക്ടോബറിൽ ഇന്ത്യൻ കമ്പനിയായ ലാർസൻ ട്രൂബോ ഈ നിർമ്മാണം ആരംഭിച്ചു. ആകെ നിർമ്മാണ ചെലവ് $27 ബില്യൺ. ഇന്ത്യൻ ശില്പിയായിരുന്ന റാംവി സുതാറാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 2018 ഒക്ടോബർ 31
പട്ടേലിൻ്റെ 143-ാം ജന്മദിനത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ചരിത്രം പറയുകയാണെങ്കിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി 10ാം വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി 2013 ഒക്ടോബർ 7-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സൊസൈറ്റിയാണ് രൂപീകരിച്ചത്. പ്രതിമയ്ക്കാവശ്യമായ ഇരുമ്പ് ശേഖരിക്കുന്നതിന് 2013-ൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി മൂവ്മെൻറ്റ് ആരംഭിച്ചു. കർഷകർ ഉപയോഗിച്ച കാർഷിക ഉപകരണങ്ങൾ സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 2016 ആയപ്പോഴേക്കും ആകെ 135 മെട്രിക് ടൺ ഇരുമ്പ് ശേഖരിച്ചു. ഇതിൽ ഏകദേശം 109 ടൺ സംസ്കരണത്തിന് ശേഷം പ്രതിമയുടെ അടിത്തറ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. പദ്ധതിയുടെ പിന്തുണയോടുകൂടി 2013 ഡിസംബർ 15-ന് സൂററ്റിലെ വഡോദരയിലും റൺ ഫോർ യൂണിറ്റി എന്ന പേരിൽ ഒരു മാരത്തൺ ആണ് നടന്നത്. അടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസൈൻ രാജ്യത്തുടനീളമുള്ള പട്ടേലിൻ്റെ പ്രതിമകൾ പഠിച്ച ശേഷം ചരിത്രകാരന്മാർ, കലാകാരന്മാർ, അക്കാദമിക് വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു സംഘം ഇന്ത്യൻ ശില്പിയായ റാം ബി സുതാർ സമർപ്പിച്ച ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കുന്നു. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്ഥാപിച്ച നേതാവിൻ്റെ പ്രതിമയുടെ വലിയ ഒരു പതിപ്പാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 0.91 മീറ്റർ 3 അടി, അതേപോലെ തന്നെ 5.5 മീറ്റർ 18 അടിയാണത്. 9.1 മീറ്റർ എന്ന് പറഞ്ഞാൽ 30 അടി അളവിലുള്ള 3 ഡിസൈനുകളുടെ മോഡലുകൾ ആദ്യം സൃഷ്ടിച്ചു. ഏറ്റവും വലിയ മോഡലിൻ്റെ രൂപകൽപ്പന അംഗീകരിച്ചു കഴിഞ്ഞാൽ വിശദമായ 3D സ്കാൻ നിർമ്മിക്കപ്പെട്ടു. ഇത് ചൈനയിലെ ഒരു ഫൗണ്ടറിയിൽ വെങ്കല ഗ്ലാഡിംഗ് കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് പട്ടേലിൻ്റെ ധോത്തി ധരിച്ച കാലുകൾ, അതുപോലെ ചെരുപ്പ് ധരിച്ച കാലുകൾ കാണിക്കുന്ന രൂപകൽപ്പന പ്രതിമയുടെ അടിഭാഗത്ത് ഇടുങ്ങിയതാകുന്നു. മെലിഞ്ഞ ഒരു അനുപാതം എന്ന് പറയുന്നത് 16-നും 19-നും ഇടയിൽ വ്യത്യസ്തപ്പെടുന്നു. 8-നും 14-നും ഇടയിൽ അനുപാതത്തിലുള്ള മിക്ക ഉയരമുള്ള കെട്ടിടങ്ങളെക്കാളും ഇത് വളരെ കൂടുതലാണ്. ഇത് സ്ഥിരതയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടായിരുന്നു. 250 ടൺ ഭാരമുള്ള 2 ട്യൂൺ ചെയ്ത മാസ് ഡാമ്പറുകൾ ഉപയോഗിച്ചാണ് ഇത് ഭാഗികമായി പരിഹരിക്കപ്പെട്ടത്. മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനെയും പ്രതിമയുടെ 12 കിലോമീറ്റർ ചുറ്റളവിൽ 10 കിലോമീറ്റർ ആഴത്തിലും റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂകമ്പത്തെയും നേരിടാൻ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഘടനയുടെ ആകെ ഉയരം എത്രയെന്ന് വെച്ചാൽ മൊത്തം 240 മീറ്റർ, അടിത്തറ 58 മീറ്റർ, പ്രതിമയുടെ വലിപ്പം 182 മീറ്ററാണ്. അപ്പോൾ ഗുജറാത്ത് നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണവുമായി പൊരുത്തപ്പെടുന്നതിനാണ് 188 മീറ്റർ ഉയരം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പൊതു സ്വകാര്യ പങ്കാളിത്തോടു കൂടിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ഭൂരിഭാഗവും ഗുജറാത്ത് സർക്കാരിൽ നിന്നാണ്. 2012-15 വരെയുള്ള ബജറ്റിൽ ഗുജറാത്ത് സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി ഏകദേശം 500 കോടി അനുവദിച്ചിരുന്നു. നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മളിപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇപ്പം കണ്ട് ടർണർ കൺസ്ട്രക്ഷൻ, മൈക്കൽ ഗ്രൈംസ് ആൻഡ് അസോസിയേറ്റഡ് എന്നിവരടങ്ങുന്ന ഒരു കൺസൾട്ടേഷൻ പദ്ധതി മേൽനോട്ടം വഹിച്ചിരിക്കുന്നത്. പദ്ധതി പൂർത്തീകരിക്കാൻ 57 മാസം എടുത്തിട്ടുണ്ട്. ആസൂത്രണത്തിന് 15 മാസവും നിർമ്മാണത്തിന് 40 മാസവും കൺസോർഷൻ കൈമാറാൻ 2 മാസവും ഒക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2013 ഒക്ടോബറിൽ ടെൻഡർ ബിൽഡ് ക്ഷണിച്ചിട്ട് 2013 നവംബറായിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ 138-ാം ജന്മവാർഷികമായ, അതായത് പട്ടേലിൻ്റെ ജന്മവാർഷികത്തിന് 2013 ഒക്ടോബർ 31-ന് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ശിലാസ്ഥാപനം നടത്തി. ഓക്കെ, 2018 നവംബർ 1-ാം തീയതി പൊതുജനങ്ങൾക്കായി പ്രതിമ തുറന്നുകൊടുത്തതിൻ്റെ ആദ്യ 11 ദിവസങ്ങളിൽ
നിരവധി വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിട്ടുണ്ട്. 1,28,000 വിനോദസഞ്ചാരികൾ ഇവിടെ ആ സമയത്ത് വന്നതായിട്ടാണ് കണക്ക് രേഖപ്പെടുത്തുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉൾവശത്തുള്ള ചിത്രീകരണമാണ്. ഇവിടെ നിരവധി ഗാലറികൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പലതും എന്താ പറയുക, നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഒരുപാട് സമയം, ശരിക്കും 1 മണിക്കൂറിലേറെ ചുറ്റിക്കാണാനുണ്ട്. ആസ്വദിക്കുന്നവർക്ക് ഒരു 3-4 മണിക്കൂർ ഉണ്ടാവും.